നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഇവർക്കും സ്വാഗതം. നമ്മുടെ തൊണ്ടയിൽ ഗമകം എടുക്കുന്നത് എങ്ങനെ നമുക്ക് എളുപ്പമാക്കാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും വിളിച്ച് ചോദിച്ചു, അല്ലെങ്കിൽ ഇച്ചിരി സിമ്പിളായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു. പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥികൾ നമ്മൾ ആദ്യം തന്നെ സപ്തസ്വരങ്ങൾ പാടുമ്പോൾ തന്നെ അതിൻ്റെ ഹമ്മിങ്, അകാരം, ഇകാരം, ഉകാരം, എകാരം, ഇകാരം, ഇങ്ങനെ ഈ 5 വോൽസുകൾ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആകാരങ്ങൾ നമുക്ക് ജനിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ ജനിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പക്ഷേ ജന്മന തന്നെ കഴിവുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ജനിപ്പിക്കാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ പറ്റുന്നവരുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞ് ഉണ്ട്. അപ്പോൾ നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുമ്പം തന്നെ, അല്ലെങ്കിൽ സപ്തസ്വരം പാടാൻ തുടങ്ങുമ്പം തന്നെ നമ്മൾ ഈ ഹമ്മിങ് അല്ലെങ്കിൽ ആകാരം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ 5 വോൾസ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ത്രോട്ട് വഴങ്ങി വരുന്നത്. പക്ഷേ അത് ആദ്യം നമ്മളത് ചെയ്യാൻ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാൻ ഒരു വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ത്രോട്ടിൽ ഇത് വരുന്നില്ല. കാരണം ഇപ്പം എല്ലാം ഒരുപോലെ വരുന്ന ഒരവസ്ഥ, ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ആക്കി തൊണ്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വൈബ്രേറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് നമ്മളത് ചെയ്ത് കുറച്ച് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതങ്ങനെ ശീലമായിട്ട് വരും. അപ്പോൾ നമുക്കതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ജണ്ടപരിശ പഠിക്കുമ്പോൾ. ജണ്ടപരിശ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സ്വരം, ജണ്ടപരിശ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ജണ്ടപരിശ പഠിക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, സരി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ത്രോട്ട് ഇങ്ങനെ ഒരു ഗമം അടിക്കുക, അപ്പോൾ ആ നമ്മുടെ തൊണ്ടയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സരി ഗ കേട്ടോ, പ നീ രണ്ടാമത്തെ ആ സ്വരത്തിന് ഒരു ഇത് കൊടുക്കുക, പുഷ് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ തൊണ്ട നമുക്ക് വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഗമകമാക്കിയെടുക്കാനുള്ള ഒരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് അത് നേരെ ഹമ്മിങ്ങിലേക്ക് നമുക്ക് മാറ്റുമ്പം ആ ഒരു ഇത് നമ്മുടെ തൊണ്ടയിൽ ജനിപ്പിക്കാൻ സാധിക്കും. ഉണ്ടോ? അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്ത് പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സരി ഗ പ നീ ഇത്രയും നോക്കുക. എന്നിട്ട് നമ്മൾ അവരോണം പാടുന്ന മുമ്പ് തന്നെ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. അല്ലാണ്ട് അവരോണം പാടിയിട്ട് നമുക്ക് ചെയ്യണമെന്നില്ല. സരി ഗ ഈ മധ്യമത്തെ തന്നെ ഈ 4 സ്വരം പാടിയിട്ട് തന്നെ നമുക്കങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം പ നീ ഇനി നമുക്ക് തിരിച്ചവരോട് നോക്കാം. നീ നമ്മുടെ ലക്ഷ്യം ഈ നമ്മുടെ ത്രോട്ടിൽ നമ്മൾ ഈ സ്വരങ്ങളെ ജനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഇത് കുറച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് ഈ പാഠം അല്ലെങ്കിൽ ഇത്
നിങ്ങൾ കേൾക്കാത്തതിൻ്റെ ഒരു അവസ്ഥയായി വരുള്ളൂ. ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത്. സാ സാ നീ നീ ദാ ദാ പ പ ആ ആ ആ ഇങ്ങനെ. അപ്പം ഇത് നമ്മളിങ്ങനെ കുറച്ച് പ്രാവശ്യങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുക, അല്ലാണ്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അല്ല. ചിലപ്പോൾ ആദ്യം നമുക്ക് എയർ മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ വരുള്ളൂ. ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അതിനല്ല ഞാൻ ആദ്യം പറഞ്ഞത് സാ 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 സാ. രണ്ടാമത്തെ സ്വരം പുഷ് ചെയ്ത് കൊടുക്കുക. സാ സാ രീ രീ. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിന് ആ ആ ആ. അതിന് നമുക്ക് എക്സ്ട്രാ പവർ കൊടുക്കണമെങ്കിൽ എക്സ്ട്രാ പവർ കൊടുക്കണം നിങ്ങൾ, എന്നാലും നമുക്കത് ജനിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കറക്റ്റ് എങ്ങനെയാണ് അത് വരണേന്നുള്ള നിങ്ങൾക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എക്സ്ട്രാ ഒരു പവർ കൊടുക്കാതെ തന്നെ നമ്മുടെ തൊണ്ട വഴങ്ങും. അതുപോലെ സ സ രീ രീ ഗ ഗ മ മ ആ ആ ഇതിങ്ങനെ പാടി നിങ്ങൾ ശരിക്കുക. അത് കഴിഞ്ഞാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇതിന് നമ്മൾ ശകലം സ്പീഡ് ആക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പാടിയ ആ അവസ്ഥ പോലെ ആ രീതി തന്നെ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ സ്പീഡിൽ പാടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബലം കുറഞ്ഞു പോരുത്, അല്ലെങ്കിൽ ആ ഒരു പുഷ് കുറഞ്ഞു പോരുത്. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഉദ്ദേശിക്കുന്ന നമ്മൾ ആ റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്ത് ഉള്ളൊരു ശീലം നിങ്ങൾ വരുത്താൻ, ആ ഒരു ശീലം നിങ്ങൾ വരുത്താൻ ശ്രമിക്കരുത്. അങ്ങനെ അപ്പം നമ്മുടെ താടി കൊണ്ടുള്ളൊരു പ്രയോഗം. പക്ഷെ ചില അവസരങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. ചില അവസരങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടല്ല, ചില അവസരങ്ങളിൽ ചില ഓരോ ഭാഗങ്ങളെടുക്കണം, നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ വരും. അത് തെറ്റൊന്നുമല്ല. പക്ഷേ ഇത് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അരോചകത്വമാകും. അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മളങ്ങനെ ശീലിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞാൻ ആദ്യമേ പറയാം, ഇത് 1, 2, 3 പ്രാവശ്യം അല്ലെങ്കിൽ 10, 20 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ജനിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ആകെ പാടുമ്പോൾ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നും. പക്ഷേ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ വരുത്താൻ ശ്രമിക്കുക. അന്നേരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വഴങ്ങി വരും. പറഞ്ഞു മനസ്സിലായി? അമ്മ എന്നിട്ട് ആണ് ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞാണ് അതിൻ്റെ ഓരോ പീസാക്കിയിടാം. സദരീരി 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 ഗഗമമ. അത് നിങ്ങൾ പാടണം ഒരു സ്വരങ്ങൾ. സദരീരി 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 ഗഗമമ. അപ്പോൾ പിന്നെ നമ്മൾ സ്വരങ്ങളുടെ ദൈർഘ്യം കൂട്ടുക. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പകുതി ഭാഗം നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വരിശകൾ ഇങ്ങനെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ വരിശകളും ഇതുപോലെ തന്നെ പതുക്കെ സരി സരി ഹാ സരി 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 ഗം ആ. ഏറ്റവും നല്ല ജണ്ടവരിശ ചെയ്യുന്നതാണ്.
ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഓരോ സ്വരങ്ങളെയും നമുക്ക് എടുത്തെടുത്ത് പാടാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നമ്മുടെ ത്രോട്ട് കിട്ടണത്. ഇത് കിട്ടി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തൊണ്ട വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പാടുന്ന സംഗതികൾ. പിന്നെ നമ്മളിപ്പോൾ നമ്മളൊരു ഗീതം പഠിക്കുമ്പോൾ ഗീതത്തിൻ്റെ അകത്ത് ഓരോ നൊട്ടേഷനൊക്കെ നമ്മളതുപോലെ തന്നെ പാടിയെടുക്കാൻ ശ്രമിക്കുക. നിരന്തരമായ ഒരു ഗവേഷണവും പഠനവുമാണ് പ്രാക്ടീസുമാണ് ഇതിൻ്റെ വിജയം. നിരന്തരമായ ഒരു ഗവേഷണം, ഒരു പ്രാക്ടീസ്, പഠനം, അത് പ്രാക്ടീസാണ് നിങ്ങളുടെ പരിശ്രമമാണ് ഇതിൻ്റെ വിജയം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഇതൊന്നും നോക്കിയാൽ നടക്കില്ല, നമുക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊണ്ട നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്വരങ്ങൾ പാടാൻ അല്ലെങ്കിൽ തൊണ്ടയിൽ പാടാൻ ഉള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ സംഗതികൾ പുതിയ സ്വരങ്ങളുടെ പ്രയോഗങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് നിങ്ങൾക്ക് നമ്മുടെ തൊണ്ടയിൽ പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പം അതിൽ വരും. അപ്പോൾ അതെല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തയാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.